ഹലോ ഗൈസ്, എല്ലാവർക്കും മമ്മൂസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിതാ സേമിയ വറുക്കുന്നു. എന്തിനാണെന്ന് പറയുക സേമിയ? ഒന്നുമില്ല, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ കുറച്ച് പായസം കുടിക്കാൻ തോന്നി. അതായത് ഞാൻ കബേർഡ് ഇങ്ങനെ ഒതുക്കി വയ്ക്കുകയായിരുന്നു. അപ്പോൾ സേമിയ പാക്കറ്റ് കണ്ടു. അപ്പോൾ ഞാൻ അതിനെടുത്തിട്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനെടുത്തതാ ഞാനൊന്ന് ജസ്റ്റ് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ല, ഇനി ആ പാലിൽ തിളച്ച പാലിലേക്ക് അതിടും. ഇന്നലെ പഞ്ചസാര ഇടും. വേറെ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെ ഒരു ഐറ്റംസും ഇല്ല. ജസ്റ്റ് ഇതിലിട്ടിട്ട് ഒന്ന് നെയ്യിനൊന്ന് മേലെക്കൂടെ ഒഴിക്കും. അങ്ങനെ എൻ്റെ പായസം റെഡിയാവും. അത്രയേ ഉള്ളൂ. അപ്പോൾ പായസം ഒന്ന് കുടിക്കാൻ തോന്നിയപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ്. ഫുഡ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. കുട്ടികളതാ അവിടെ ഇരുന്ന് അമ്മുക്കുട്ടിയും ചെളിക്കുട്ടിയൊക്കെ ഫോൺ നോക്കണു, ജുക്കുറും ഫോൺ നോക്കണു, ഏട്ടൻ ടി വി കാണുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നാളെ സൺഡേ ആണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നാളെ നേരത്തെ പോകണം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നാളെ പതുക്കെ എണീറ്റാൽ മതി, ബാക്കി പതുക്കെ പണിയൊക്കെ ചെയ്താൽ മതി. അപ്പം ഞാനൊരു പായസമൊക്കെ ഉണ്ടാക്കി സമാധാനത്തിൽ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? നാളെ നോക്കട്ടെ. നാളെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് എടുക്കണമെന്നുണ്ട്. പക്ഷെ പറ്റുമോയെന്ന് അറിയില്ല ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലിലും കൂടി ഒന്ന് പിടിച്ച് അമർത്താൻ മറക്കരുത് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടി വിൻ്റെ സ്ഥാനമൊക്കെ മാറ്റി ടി വി നേരെ ആ ഭാഗത്തേക്ക് പോയി. ഇവിടെ അങ്ങനെ ഇടയ്ക്ക് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ടാറ്റാ ബൈ ബൈ ഗൈസ്. വേറെ ഒന്നുമില്ലല്ലോ. ടാറ്റാ.